വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഫസ്ന സുബർ. ഇന്ന് പുഡിങ്ങിലും കേക്കിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ജലാറ്റിനെ കുറിച്ച് എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക. ജലാറ്റിനും ചൈന ഗ്രാസും ഒക്കെ ജെല്ലിങ് ഏജൻ്റ് ആണല്ലേ, നമ്മൾ പുഡിങ്ങും ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ഒരു ജലാറ്റിനൊക്കെ. അപ്പോൾ ഈ ജലാറ്റിന് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. കുറേ പേർക്ക് അറിയാത്തൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഈ ഒരു ജലാറ്റിന് നോൺ വെജാണ്. ചില അനിമൽസിൻ്റെ സ്കിന്നിൽ നിന്നും ബോണിൽ നിന്നൊക്കെയാണ് കേട്ടോ ഈ ഒരു ജലാറ്റിന് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ നമ്മൾ യൂസ് ചെയ്യുന്ന ചൈന ഗ്രാസ് വെജിറ്റേറിയൻ ആണ് കേട്ടോ. അതുകൊണ്ട് കൂടുതൽ പേരും ചൈന ഗ്രാസ് ഉപയോഗിച്ച് തന്നെയാണ് പുഡിങ് ഉണ്ടാക്കാറുള്ളത്. ഈ ഒരു ജലാറ്റിന് മെയിനായിട്ട് ഉണ്ടാക്കുന്നത് പശു, പിഗ്, ഫിഷ് എന്നിവയിൽ നിന്നാണ് കേട്ടോ. ഈ ഒരു ജലാറ്റിന് പിഗിൽ നിന്ന് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ മുസ്ലിംസ് ഈ ഒരു രീതിയിൽ ഹലാലിന് എഴുതിയിട്ടുള്ളത് വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഒരുവിധം ആൾക്കാർക്കൊന്നും ഈ ഒരു കാര്യം അറിയില്ല കേട്ടോ. ഈ ഒരു രീതിയിലുള്ളതിന് 110 രൂപയാണ് ജലാറ്റിന് വരുന്നത്. പക്ഷേ സാധാ രീതിയിൽ ഉള്ള ജലാറ്റിന് 85 രൂപയോളാണ് കേട്ടോ വരുന്നത്. അപ്പോൾ രണ്ടും വ്യത്യാസമുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കിയിട്ട് വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഒരു ജലാറ്റിൻ വെച്ചിട്ട് ജെല്ലിയൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പുറകിലായിട്ടുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. ഇത് 50 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് 110 രൂപയാണ് കേട്ടോ. ഈ ഒരു ജലാറ്റിന് നമ്മൾ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യുന്ന രീതിയിലല്ല കേട്ടോ മെൽറ്റ് ചെയ്യുന്നത്. രണ്ടും രണ്ട് രീതിയിലാണ്. അതുകൊണ്ട് തന്നെ പുഡിങ്ങിൻ്റെ ടെക്സ്ചറും രണ്ടും രണ്ട് രീതിയിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 1/2 ലിറ്റർ പാല്, അതായത് 500 ml പാലിൽ ഇപ്പോൾ എസെൻസുകളൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന പുഡിങ്, അല്ലെങ്കിൽ കോഫി പുഡിങ് അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന പുഡിങ്ങിന് 1 ടേബിൾ സ്പൂണ് ജലാറ്റിൻ ചേർത്താൽ മതി കേട്ടോ. പക്ഷേ നമ്മൾ ഇളനീർ പൾപ്പ്, അതുപോലെ തന്നെ ക്യാരറ്റ് അതൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന പുഡിങ് ആണെങ്കിൽ അതിലേക്ക് ജലാറ്റിന് 1.5 ടേബിൾ സ്പൂണ് ചേർക്കണം കേട്ടോ. അപ്പം രണ്ടും രണ്ട് രീതിയിലാണ് നമ്മളിത് എടുക്കാറുള്ളത്. 1/2 ലിറ്റർ പാലിൽ തന്നെയാണ് ഇത് രണ്ടും രണ്ട് രീതിയിൽ എടുക്കുന്നത്. എസെൻസ് ചേർത്ത് ഉണ്ടാക്കുന്നതാണെങ്കിൽ 1/2 ലിറ്റർ പാലിൽ 1 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. പക്ഷേ നമ്മൾ പൾപ്പൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന പുഡിംഗ് ആണെങ്കിൽ 1/2 ലിറ്റർ പാലിന് 1.5 ടേബിൾ സ്പൂണ് ജലാറ്റിൻ എടുക്കണേ. ഇനി ഇത് സോക്ക് ചെയ്യുന്നതും വ്യത്യാസമുണ്ട്. നല്ല തണുത്ത വെള്ളത്തിൽ വേണം സോക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഐസ് വാട്ടർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് സോക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം ഞാനിവിടെ 1.5 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 കപ്പ് തണുത്ത വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. തണുത്ത വെള്ളം ഒഴിച്ചതിന് ശേഷം ഏകദേശം ഒരു 20 മുതൽ 30 മിനിറ്റോളം ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഇനി ഈ ഒരു ജലാറ്റിന് 2 രീതിയിൽ നമുക്ക് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഒന്ന് ഡബിൾ ബോയിലിംഗ് മെത്തേഡ്, ഒന്ന് സാധാ രീതിയിൽ നമ്മൾ പുഡിംഗ് മിക്സിലേക്ക് ഇതിന്ന് നേരിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ നമ്മൾ ഒരു പാത്രത്തിൽ അത്യാവശ്യം നല്ലവണ്ണം ചൂടായിട്ടുള്ള വെള്ളം എടുക്കുക. അതിലേക്ക് ഈ ഒരു ബൗള് ഇറക്കി വെച്ച് കൊടുക്കുക. ഒരു സ്പൂൺ വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കുമ്പം അത് മെൽറ്റ് ആയിക്കോളൂ കേട്ടോ. ഇനി അതിലും നമുക്ക് എളുപ്പത്തിൽ ഇതിനെ ഒരു അടപ്പ് വെച്ച് അടച്ചു കൊടുക്കുക. ഏകദേശം ഒരു 3-4 മിനിറ്റോളം മതിയാവും കേട്ടോ. അതിനുശേഷം ഇത് മാറ്റുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഇത് മെൽറ്റ് ആയിട്ടുള്ളത്. ഇതാണ് കേട്ടോ ഡബിൾ ബോയിലിംഗ് മെത്തേഡ്. ആ ഒരു ചൂടുള്ള വെള്ളത്തിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. ഒരിക്കലും ജലാറ്റിന് നേരിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് മെൽറ്റ് ചെയ്യരുത് കേട്ടോ. ചൈന ഗ്രാസ് നമ്മൾ നേരിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടാണ് മെൽറ്റ് ചെയ്തെടുക്കാറുള്ളത്. പക്ഷേ ഇത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലോ അല്ലെങ്കിൽ പുഡിംഗ് മിക്സിലേക്ക് ഇത് നേരിട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമ്മൾ നല്ലവണ്ണം ചൂടായിട്ടുള്ള റെഡി ആയിട്ടുള്ള ആ ഒരു പുഡിങ്ങിൻ്റെ മിക്സിലേക്ക് നേരിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ചൈന ഗ്രാസ് ഒഴിച്ചതിന് ശേഷം നമ്മൾ പുഡിംഗ് മിക്സ് വീണ്ടും ചൂടാക്കി എടുക്കുന്ന പോലെ ഇതിന് ചൂടാക്കി ഈ ഒരു ജലാറ്റിൻ ചേർക്കുമ്പം ചൂടാക്കി എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി ഡബിൾ ബോയിലിംഗ് ചെയ്യാതെ നമ്മൾ പുഡിങ്ങിൻ്റെ മിക്സിലേക്ക് നേരിട്ട് ചേർത്ത് കൊടുക്കുക. ഈ ഒരു രീതിയിൽ പുഡിംഗ് മിക്സ് റെഡി ആയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇതാ ഞാൻ ചോക്ലേറ്റ് പുഡിംഗ് ഉണ്ടാക്കിയതാണ്. അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ കുതിരാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ജലാറ്റിൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു പുഡിംഗ് മിക്സിൻ്റെ ചൂടിൽ അത് പെട്ടെന്ന് തന്നെ ഒന്ന് മെൽറ്റ് ആയിക്കോളൂ കേട്ടോ. പിന്നെ നമ്മളത് ചൂടാക്കി എടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അപ്പോൾ അതേപോലെ തന്നെ കോഫി പുഡിങ്ങും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഡബിൾ ലെയറിൽ. അതിലേക്കും ഈ രീതിയിൽ തന്നെയാണ് കേട്ടോ ഞാൻ ജലാറ്റിൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പം ഞാൻ ജലാറ്റിൻ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള 2 ലെയർ ആയിട്ടുള്ള പുഡിങ്ങാണിത്.
കോഫിയും ചോക്ലേറ്റും. കണ്ടില്ലേ? ജെലാറ്റിൻ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് പുഡിങ് കിട്ടുന്നത്. ഒരു ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു രീതിയിലാണ്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. കണ്ടില്ലേ? നമ്മളതൊന്ന് ഇളക്കുന്ന സമയത്ത് അത് അത്രയും നല്ലവണ്ണം ഇളകി വരുന്നത് ആ ഒരു ജെലാറ്റിൻ വെച്ചിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ. പക്ഷേ ചൈന ഗ്രാസ് വെച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ടെക്സ്ചറിലല്ല കേട്ടോ നമുക്ക് കിട്ടുന്നത്. അപ്പം കൂടുതൽ നേരം മെൽറ്റ് ആവാതെ ഇരിക്കണമെങ്കിൽ നമ്മൾ ചൈന ഗ്രാസ് വെച്ചിട്ട് ചെയ്യുന്നത് തന്നെ ആയിരിക്കും കേട്ടോ നല്ലത്. ഇതിൻ്റെ ടെക്സ്ചറും അടിപൊളിയാണ് കേട്ടോ. വായിലിട്ട അലിഞ്ഞു പോകുന്ന ആ ഒരു രീതിയിലാണ് ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. കണ്ടില്ലേ? അതിൻ്റെ ആ ഒരു ടെക്സ്ചർ നമ്മൾ ഈ ഒരു രീതിയിൽ കേക്ക് മോഡലിൽ നമുക്ക് പുഡിങ് ലെയറായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ചൈന ഗ്രാസ് വെച്ചിട്ടും ചെയ്തെടുക്കുക, അതുപോലെ തന്നെ ജെലാറ്റിൻ വെച്ചിട്ടും ചെയ്തെടുക്കുക. ഞാൻ പുഡിങ് പുറത്തേക്ക് സെയിൽ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അധികം ചൈന ഗ്രാസ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. ചൈന ഗ്രാസ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന പുഡിങ് കുറച്ച് കൂടുതൽ നേരം നമുക്ക് ഫ്രിഡ്ജിലല്ലാതെ പുറത്ത് ഒരു ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വെക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് ആ ഒരു കേക്കിൻ്റെ മോഡലിലൊക്കെ ഈ ഒരു പുഡിങ് ഉണ്ടാക്കി എടുക്കുന്നുണ്ടെങ്കിൽ ജെലാറ്റിൻ വെച്ചിട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ചൈന ഗ്രാസും ജെലാറ്റിനൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുള്ള കുറച്ച് പുഡിങ്ങിൻ്റെ ഫോട്ടോസ് ഞാനിവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ബൈ.